Hi friends, welcome to my channel Blog by Abby22. അപ്പോൾ ഇനി ഈ വർഷം കഴിയാൻ എന്താ പറയുക, ഐ തിങ്ക് 28 ദിവസം മാത്രമാണ്. ഇനി ഈ വർഷം കഴിയാൻ 28 ദിവസമേ ഉള്ളൂ. അപ്പോൾ എൻ്റെ എല്ലാ വർഷവും ഞാനിത് ചെയ്യാറില്ല. 2 വർഷമായിട്ട്, കഴിഞ്ഞ വർഷം ഞാൻ ചെയ്തിരുന്നു. അപ്പോൾ 5 ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ എനിക്ക്. 5 ആഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ വർഷം എൻ്റെ ആഗ്രഹം കുറച്ച് ഇരട്ടിയാക്കി. ഒരു 5 ആഗ്രഹത്തിൽ കഴിഞ്ഞ വർഷം ഞാനൊരു 5 ആഗ്രഹം മനസ്സിൽ വിചാരിച്ചു. ആ 5 ആഗ്രഹവും നടന്നു എൻ്റെ ലൈഫിൽ. എല്ലാം നടന്നില്ല, 4 നടന്നു, 1 പെൻഡിങ് ആണ് ഇപ്പോഴും. അത് കുഴപ്പമില്ല, അത് ഈ വർഷത്തിൻ്റെ കൂടെ ഞാൻ കൂട്ടി എഴുതിക്കോളാം. അപ്പോൾ എൻ്റെ ഒരാഗ്രഹം നടന്നില്ല. ഈ വർഷം എനിക്ക് 10 ആഗ്രഹമുണ്ട്. ഈ 10 ആഗ്രഹം നടക്കുമോ ഇല്ലെന്നൊന്നും എനിക്കറിയില്ല. എങ്കിലും ഈ വർഷം ഞാൻ എൻ്റെ ആഗ്രഹം എഴുതുകയാണ്. എഴുതി ഞാൻ ഈ വർഷം ഈ ബോക്സിനകത്തിടും. ഈ ബോക്സിനകത്ത് എൻ്റെ 10 ആഗ്രഹങ്ങൾ എഴുതി ഞാൻ ഇതിനകത്തിടും. 2025 എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളും സങ്കടങ്ങളും എല്ലാം അവസാനിച്ച് ഞാൻ ഒരുപാട് സന്തോഷമായിട്ടിരുന്ന ഒരു വർഷമാണ് എൻ്റെ ജീവിതത്തിൽ. അപ്പോൾ 2026 എനിക്ക് ഏറ്റവും ബെസ്റ്റ് ആയിരിക്കണം. എനിക്ക് മാത്രമല്ല, നിങ്ങൾക്കും, ഈ കാണുന്ന എല്ലാവർക്കും. ഇപ്പോൾ ഒത്തിരി സങ്കടമുള്ള ദിവസങ്ങളാണ്. 2-3 ദിവസമായിട്ട് ശ്രീലങ്കയിൽ നടന്ന സംഭവം നമുക്കറിയാവുന്നതല്ലേ. ഒരുപാട് പേര് ബുദ്ധിമുട്ടിക്കുന്നു. അവർക്ക് വേണ്ടി ഞാനും സർവേശ്വരനോട് പ്രാർത്ഥിക്കുകയാണ്. പ്രകൃതി കാണിക്കുന്ന ഈ ക്രൂരമായ പ്രവൃത്തിയെ നമുക്ക് എന്ത് പറയാനാണ്? നമ്മൾ കാണിക്കുന്നത് പ്രകൃതി തിരിച്ച് കാണിക്കുന്നുണ്ട്. അത് എവിടെ വേണമെങ്കിലും ഇനിയും വരാം, നമുക്ക് സംഭവിക്കാം, നമ്മുടെ നാട്ടിൽ സംഭവിക്കാം. നമ്മളും ഒരു സമയത്ത് പ്രളയത്തിലായിരുന്നല്ലോ. അതുകൊണ്ട് അവിടുത്തെ ജനങ്ങൾക്കും അവിടെയുള്ള ആളുകൾക്കും എല്ലാം വേണ്ടി ഞാൻ സർവേശ്വരനോട് പ്രാർത്ഥിക്കുകയാണ്. ഈ പ്രശ്നമൊക്കെ മാറി പഴയ പോലെ ശ്രീലങ്ക വളരെയധികം സന്തോഷത്തോടുകൂടി അവരുടെ ജീവിതം മുന്നോട്ട് വരട്ടെ എന്ന് ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കും. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ബ്ലോഗ് ബൈ Abby22. അപ്പോൾ ഇനി ഈ വർഷം കഴിയാൻ എന്താ പറയുക, ഐ തിങ്ക് 28 ദിവസം മാത്രമാണ്. ഇനി ഈ വർഷം കഴിയാൻ 28 ദിവസമേ ഉള്ളൂ. അപ്പോൾ എൻ്റെ എല്ലാ വർഷവും ഞാനിത് ചെയ്യാറില്ല. 2 വർഷമായിട്ട്, കഴിഞ്ഞ വർഷം ഞാൻ ചെയ്തിരുന്നു. അപ്പോൾ 5 ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ എനിക്ക്. 5 ആഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ വർഷം എൻ്റെ ആഗ്രഹം കുറച്ച് ഇരട്ടിയാക്കി. ഒരു 5 ആഗ്രഹത്തിൽ കഴിഞ്ഞ വർഷം ഞാനൊരു 5 ആഗ്രഹം മനസ്സിൽ വിചാരിച്ചു. ആ 5 ആഗ്രഹവും നടന്നു എൻ്റെ ലൈഫിൽ. എല്ലാം നടന്നില്ല, 4 നടന്നു, 1 പെൻഡിങ് ആണ് ഇപ്പോഴും. അത് കുഴപ്പമില്ല, അത് ഈ വർഷത്തിൻ്റെ കൂടെ ഞാൻ കൂട്ടി എഴുതിക്കോളാം. അപ്പോൾ എൻ്റെ ഒരാഗ്രഹം നടന്നില്ല. ഈ വർഷം എനിക്ക് 10 ആഗ്രഹമുണ്ട്. ഈ 10 ആഗ്രഹം നടക്കുമോ ഇല്ലെന്നൊന്നും എനിക്കറിയില്ല. എങ്കിലും ഈ വർഷം ഞാൻ എൻ്റെ ആഗ്രഹം